ഏതൊരു ബന്ധവും നിലനിർത്തുന്ന പശ എന്ന് പറയുന്നത് ശരിക്കും കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള മനസ്സിൻ്റെ മാറ്റങ്ങളുണ്ടാവും. അതെല്ലാ മനുഷ്യനുണ്ടാവും. ഒരാളും എല്ലാ സമയത്തും ഒരുപോലെ ആവില്ല. ആകോ? മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അല്ലേ? ആണല്ലോ. എല്ലാ മണ്ണും ഒരുപോലെയാണോ? ഒരേ മണ്ണ് തന്നെ എല്ലാ സമയത്തും ഒരുപോലെയാണോ? മാറിക്കൊണ്ടിരിക്കണില്ലേ? ഈ ഭൂമിയുടെ ഉള്ളിൽ, മണ്ണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ആരിലുണ്ടാവും? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിലുണ്ടാവും. ഈ മനുഷ്യൻ്റെ മാറ്റങ്ങളില്ലേ, അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ മനസ്സിൻ്റെ പേരാണ് കാരുണ്യം എന്ന് പറയുന്നത്. ഒരു സമയത്തോട് വന്നിട്ട് നമ്മളോട് പറയാം, എന്താണെന്നറിയില്ല, ഈ മാസം വല്ലാത്ത വേദനയും അടിവയറ്റിൽ വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് നമ്മളോട് വന്ന് പറയണത് എന്തിനാ? വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ? അതാണെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ നമ്മളോട് പറഞ്ഞ? ഇന്നലെ പെരുമാറിയതുപോലെ ഇന്ന് എന്നോട് പെരുമാറില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞതുപോലത്തെ വാക്ക് എന്നോട് ഇനി പറയില്ല കേട്ടോ. അതേപോലത്തെ വാക്കുകൾ ഉപയോഗിച്ച് എന്നെ വേദനിപ്പിക്കരുത്. കാരണം ഞാൻ തളർന്നൊരു മനുഷ്യനാണിപ്പോൾ. പറയാതെ പറയാണ്, ചോദിക്കാതെ ചോദിക്കുകയാണ്. എന്ത്? കാരുണ്യം.